നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴും പറയപ്പെട്ട പന്തിരൂലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ആ കഥകളെ പറയണേ. പാക്കനാരുടെ ഒരു കഥയാണ് ഞാനെന്ന് പറയുന്നത്. പാക്കനാരെ അപ്പോൾ അവർ 12 മക്കളുണ്ടല്ലോ. ഒരു പെൺകുട്ടിയുള്ളൂ, കാരക്കലമ്മ. പിന്നെ ഒരാൾ വായില്ല കുന്നിലപ്പൻ. ഇവർക്ക് 2 പേർക്കും കാരക്കലമ്മ അങ്ങനെ എങ്ങും പോവാറില്ല. അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ചെന്നിട്ടാണ് എല്ലാവരും അച്ഛനമ്മമാരുടെ ശ്രാദ്ധം കൂടാറ്. അപ്പം മറ്റുള്ളവരൊക്കെ 12 പേരിൽ 10 പേരും അങ്ങ് ചെല്ലും. അഗ്നിഹോത്രി അവിടെ ഉണ്ട്, ബാക്കിയുള്ള 9 പേരും ചെല്ലും. കാരക്കലമ്മ പോവാറില്ല, എങ്ങും പോവാറില്ല. പിന്നെ പെൺകുട്ടിയല്ലേ അവിടെ ഇരുന്നുകൊണ്ടുള്ള ശ്രാദ്ധം. പിന്നെ ഉള്ളത് വായില്ല കുന്നിലപ്പൻ. എന്ത് ശ്രാദ്ധം ഉണ്ടോ എങ്ങനെ വയലിൽ വായില്ല കുന്നിലപ്പനും പോവാറില്ല. മറ്റ് 10 പേരും ഇല്ലത്ത്, അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് കൂടാറുണ്ട്. ഇല്ലത്തെ ഒരു ദിവസം ഇതുപോലെ ഒരു ആണ്ട് ശ്രാദ്ധത്തിന് എല്ലാവരും 10 പേരും വന്നു ഇലത്തലയ്ക്കിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവരും. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ വിഭവങ്ങളൊക്കെ കൊണ്ടുവന്നത് മേടി. അപ്പോൾ അവിടുത്തെ അന്തർജനം ആണ് ഈ നങ്ങേലിയമ്മ. അഗ്നിഹോത്രിയുടെ ഭാര്യയാണ് കേട്ടോ. നങ്ങേലിയമ്മയ്ക്ക് വലിയ വിഷമമാണ് ഈ അനിയന്മാരെ. അഗ്നിഹോത്രി മൂത്തമാനല്ല, ഈ അനിയന്മാരൊക്കെ വച്ച് വിളമ്പ് ശ്രാദ്ധത്തിനൊരു വരവ്. ഓരോരുത്തർ ഓരോന്ന് കുറേ താങ്ങിയും കൊണ്ടുവരും വല്ലതുമൊക്കെ. അതുമൊക്കെ എടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ഭർത്താവിന് അത്ര ഇഷ്ടപ്പെടുകയില്ല. മനസ്സോടെയൊക്കെയാണ് ഒരു കൂട്ടൊക്കെ കഴിച്ചു ഉടനെ ഒരു ദിവസം നല്ലോണം. അങ്ങനെ വന്നപ്പോൾ ശ്രാദ്ധത്തിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ആ ശ്രാദ്ധം ഊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രസാദമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അന്ന് ഉച്ചഭക്ഷണം അവിടുന്ന് കഴിക്കും. അപ്പോൾ ഈ അനിയന്മാരോടൊപ്പം അഗ്നിഹോത്രി ഇരിക്കും. വലിയ ഊട്ടുവരയിലാണ് കേട്ടോ. ഊട്ടുവരയിൽ അവിടെ ഇരിക്കും. ഈ അന്തർജനമാണ് വിളമ്പി കൊടുക്കുക. ഭർത്താവിൻ്റെ അനിയന്മാർക്ക് വിളമ്പി കൊടുക്കണമല്ലോ, വീട്ടമ്മയല്ലേ, ഗൃഹസ്ഥയല്ലേ. ഇവരിങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇരുന്നു. ഇലയിട്ടോളൂ നങ്ങേലി, ഇലയിട്ടോളൂ എന്നിങ്ങനെ അഗ്നിഹോത്രി വിളിച്ച് പറയുന്നത്. നങ്ങേലിയാത്രമ്മയ്ക്കാണെങ്കിൽ ഇവരുടെ അനിയന്മാരുടെ മുമ്പിലേക്ക് ചെല്ലാനും അവരുടെ മുഖത്ത് നോക്കാനും തൻ്റെ മുഖം അവർക്ക് കാണത്തക്ക വിധത്തിൽ അവിടെ പ്രദർശിക്കാനും അവിടേക്ക് പ്രവേശിക്കാനും ഒക്കെ ഒരു വൈമനസ്സ്. അങ്ങനെയായിട്ട് എന്ത് ചെയ്യും, ഇദ്ദേഹമാണെയും വിളിക്കണമെന്ന് നാണക്കേടല്ലേ, എങ്ങനെയാണ് പെലയിടണം. ഒരു കാര്യം ചെയ്യുക, അന്തർജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കുടയുണ്ട്, മറക്കുട എന്നാണ് ഇതിന് പറയുക. കാലിന് ഇത്തിരി നീട്ടം കുറവാണ്, അങ്ങനെ തോളത്ത് വയ്ക്കും. മുഖം അങ്ങനെ മറച്ചോണ്ടാണ് നടക്കുക. അന്തർജനങ്ങൾ നടക്കുക അങ്ങനെ മറക്കുട പിടിച്ചോണ്ടാണ്. അതെന്തിനാന്ന് വെച്ചാൽ തൻ്റെ മുഖം മറ്റാരും കാണാണ്ടിരിക്കാൻ എന്നാ വെപ്പ്. അതിനു വേണ്ടി എന്നാ പറയുക, ഈ മറക്കുടയും കൊണ്ട് അവിടെ പ്രവേശിച്ചു ഇലയിടാനായിട്ട്. അപ്പം മറ്റുള്ള അനിയന്മാരൊക്കെ നോക്കി, ഈ ചേട്ടത്തിയമ്മ എന്താ അത്, ചേട്ടൻ എൻ്റെ ഭാര്യ ചേട്ടത്തിയമ്മ എന്നാ പറയുക. ഏടത്തിയമ്മ എന്താ കുടയും പിടിച്ചോണ്ട് വരണേ? അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് കടമന ഇല്ലത്ത് ഇപ്പം മഴ പെയ്ത്താണോ എന്ന് ചോദിച്ചു പാക്കനാര്. അപ്പം മറ്റുള്ളവരൊക്കെ കൂടി മഴ നമ്മളൊന്നും നനയണില്ല വെച്ചാൽ ഏടത്തിയമ്മയ്ക്ക് ഇപ്പം മഴയുണ്ട് അല്ലേ, കുടയും പിടിച്ചോണ്ട് വരണേ. അപ്പം മറ്റുള്ളവർക്ക് തോന്നി, എല്ലാവർക്കും തോന്നി ഇത് ഏടത്തിയമ്മയ്ക്ക് ഇട്ടൊരു പരിഹാസം, എന്താ ഈ കുടയും പിടി. അപ്പം മറ്റുള്ളവരെന്ത് പറയുന്നു, ഉറക്കം പൊട്ടിച്ചിരിച്ചോണ്ട്, പാക്കനാരെ അത് മളാനാണ്ടിരിക്കുള്ള കുടയല്ല. ഏടത്തിയമ്മയുടെ മുഖം നമ്മളൊന്നും കാണാണ്ടിരിക്കാൻ വേണ്ടി, മറ്റുള്ളവർ കാണാണ്ടിരിക്കാൻ വേണ്ടി അന്തർജനങ്ങൾ ഇങ്ങനെ കുടയും പിടിച്ചുകൊണ്ട് നടക്കും. അത് അവരുടെ ഒരു ആചാരമാണേ. എന്താചാരം? ഭർത്താവിനോട് സ്നേഹമുള്ളവരാണങ്ങനെ മുഖം ഒരാൾക്കും കാണാൻ പ്രദർശനത്തിന് വയ്ക്കാത്തതെന്ന് പറയും. ഇതാണോ സ്നേഹം ഭർത്താവിനോട്? ഒരു കാര്യമില്ല. അന്തർജനായാലും ചണ്ടാള സ്ത്രീ ആയാലും മനസ്സിനാണ് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയേണ്ടത്. അത് ശരി. തൻ്റെ ഭാര്യ ചണ്ടാള സ്ത്രീയാണല്ലോ. ചണ്ടാള സ്ത്രീ എന്ന് പറയാ സമുദായത്തിലെ സ്ത്രീ ചണ്ടാള സ്ത്രീ ആയോണ്ടാവുമല്ലേ തനിക്ക് തോന്നണേ എങ്ങനെയാണ്. പാക്കനാര് ധൈര്യം എടുക്കുക. മറ്റ് പല സ്ത്രീകളെയും, വലിയ കുലത്തിലെ മറ്റ് പല സ്ത്രീകളെക്കാളും എൻ്റെ ഭാര്യയാണ് പതിവ്രത. എനിക്കത് ഉറച്ച വിശ്വാസമുണ്ട്.
പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു. അഗ്നിഹോത്രി അതൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല പാക്കനാരെ. എന്തൊക്കെയാണ് ഈ സ്ത്രീകളുടെ പ്രവർത്തികളെന്ന് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ധരിക്കണം? ഒന്നും ധരിക്കില്ല. ഞാനത് നിരൂപിച്ച് കാട്ടിത്തരാം, ഞാൻ തെളിയിച്ച് തരാം. ഓ ആവാം നാളെ തന്നെ എൻ്റെ കൂടിയേ പോകുന്നുള്ളൂ, എൻ്റെ കുടിലേക്ക് വന്നോളൂ. ഞാൻ ഓല മേഞ്ഞ കുടില്ല ഭാര്യയും ഒരുമിച്ച് താമസിക്കുന്നത്, അവിടേക്കാണ് വന്നോളൂ. അഗ്നിഹോത്രി തീരുമാനിച്ചു. ശരി, നാളെ എന്തായാലും ഞാൻ പാക്കനാരുടെ കൂടെ തൻ്റെ കുടിലേക്ക് വരികയാണ്. തൻ്റെ ഭാര്യയുടെ പാതിവൃത്യം എന്താ തെളിയിക്കണതൊന്നും എനിക്ക് കാണണമല്ലോ എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ അടുത്ത ദിവസം പറയാം. പാക്കനാരുടെ കുടിലിലേക്ക് പാക്കനാരുടെ ഭാര്യയ്ക്ക് പാക്കനാരോടുള്ള സ്നേഹവും ബഹുമാനവും അനുസരണവും എങ്ങനെയുണ്ട് എന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് വലിയ ഇല്ലത്തെ അഗ്നിഹോത്രി എന്നുള്ളതൊരു സ്ഥാനപ്പേര. വലിയ വലിയ യാഗങ്ങളൊക്കെ ചെയ്യുന്നവരെ അഗ്നിഹോത്രി എന്നുള്ള പേര് കിട്ടുക. അങ്ങനെ ആ അഗ്നിഹോത്രിയുടെ അന്തർജനത്തിൻ്റെ ഈ മറക്കൊട പിടിക്കൽ വലിയ ആചാരമാണെന്ന് പറഞ്ഞ് മറക്കൊടയും പിടിച്ചുകൊണ്ട് അനിയന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്ന ആ അന്തർജനത്തെ പരിഹസിച്ചതിന്, തൻ്റെ ഭാര്യ മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞതിന്, അതൊന്ന് കാണാൻ അഗ്നിഹോത്രി പിറ്റേ ദിവസം പാക്കനാരുടെ കുടിലിലേക്ക് അങ്ങ് ചെന്നു. അവിടെ ചെന്നിട്ടുണ്ടായ കഥ അത് അടുത്ത ദിവസം പറയാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. പാക്കനാരുടെ ഭാര്യയുടെ പാതിവൃത്യം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ?